പണം, ധനം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഇന്ന് ഈ ലോകം പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതും ഈ പണത്തിന് വേണ്ടിയാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാ? ഈ പണത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ ജീവിതം എല്ലാം റിലേറ്റ് ചെയ്യുന്നത് ഈ പണത്തിലാണ്. എന്തിനും പണം വേണം. നമ്മൾ പറയാറുണ്ട് മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നല്ലേ. പക്ഷേ ഒരു ലിമിറ്റ് വരെ വി നീഡ് മണി അല്ലേ. നമുക്ക് ഇപ്പം ഒരു നടക്കുന്നതിന് പകരം നമുക്കൊരു കാറ് വാങ്ങണം. ആ കാറ് വാങ്ങുന്നത് മൂലം നമുക്ക് നമ്മളുടെ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും സമയം ചിലവഴിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ ആ പണം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ കാറ് വാങ്ങിയത്. അപ്പോൾ ലിമിറ്റ് വരെ വി നീഡ് മണി അല്ലേ. അപ്പം ഈ പണം, ധനം എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ ഇനിയിപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു വെയിറ്ററായി നിന്നാൽ നമുക്കൊരു പൈസ കിട്ടും. അല്ലെങ്കിൽ വലിയൊരു കമ്പനിയിൽ നമ്മൾ പോയിട്ട് ഒരു അക്കൗണ്ടൻ്റായി നിന്നാലും നമുക്ക് പണം കിട്ടും. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതിലാണ് വലിയ കാര്യം ഇരിക്കുന്നത്. ആദ്യം തന്നെ നത്തിങ് ഈസ് പെർമനൻറ്റ് എന്ന് മനസ്സിലാക്കുക. എല്ലാം ടെമ്പററി ആണ് അല്ലേ. നമുക്ക് ഇന്നുള്ള ധനം നാളെ പോകാനും സമയമുണ്ട് അല്ലേ. ഈ ചിലരെ കാണാം വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ ഓണ്ടർപ്രണറായിട്ടൊക്കെ ജീവിച്ചിട്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് ഒരു താഴ്ന്ന ജീവിതം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമുക്കറിയാം. അപ്പം ഒന്നും പെർമനൻ്റ് അല്ല. ഇപ്പം നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ അത് പെർമനൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു സമ്പത്തല്ലാത്ത ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത്രയ്ക്ക് ഇല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതും ശാശ്വതമല്ല എന്ന് വിചാരിക്കാം. എപ്പോഴും എന്തും സംഭവിക്കാം എന്നുള്ളൊരു തോട്ട് എപ്പോഴും മനസ്സിൽ വേണം. എന്നാലേ നമുക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതെപ്പോഴും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വെറിയാവാതെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നത്തിങ് ഈസ് പെർമനൻറ്റ്, എവറിത്തിങ് ഈസ് ടെമ്പററി എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഇപ്പോൾ ഈ സക്സസ്ഫുള്ളായ ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ നഷ്ട സമയത്ത് അവർക്ക് ഹോപ്പ്, വിശ്വാസം അവർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മളിപ്പം നമുക്ക് ഇനിയൊരു മെച്ചപ്പെട്ട രീതിയിൽ ഞാനൊരു 3 വർഷത്തിൽ എനിക്കൊരു മെച്ചപ്പെട്ട രീതിയിൽ എത്തണേ, എനിക്ക് ഇന്ന സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഹോപ്പ് വേണം, ഒരു വിശ്വാസം വേണം. എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, എനിക്ക് ഇതൊക്കെ ചെയ്താൽ ഇതിനൊക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആദ്യം വേണം. ഈ സക്സസ്ഫുൾ സ്റ്റോറീസ് ഉള്ള ആൾക്കാരുടെ അടുത്ത്, ഓണ്ടർപ്രണേഴ്സിനെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ഒന്നില്ലാത്ത സമയത്തും അവരെ തന്നെ വിശ്വാസം എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ടായിരിക്കണം അവരിന്ന് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചിന്തകളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. എനിക്ക് സക്സസ്ഫുൾ ആവണം, അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എങ്ങനെ സക്സസ്ഫുൾ ആവണം, എന്ത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ആവാം എന്നുള്ളൊരു ചിന്ത, നമ്മളുടെ തോട്ട്സിനൊരു ക്ലാരിറ്റി വേണം. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം എനിക്ക് സക്സസ്ഫുൾ ആവേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം എനിക്ക് പണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി നമ്മളെ മനസ്സിൽ ആദ്യം കൊണ്ടുവരണം. നമ്മുടെ ചിന്തകളെ വാക്കുകളാക്കി മാറ്റുക, വാക്കുകളെ പ്രാവർത്തികമാക്കുക അല്ലേ. നമ്മുടെ തോട്ട്സ് വേർഡ്സിൽ വരണം, വേർഡ്സ് ആക്ഷൻസിൽ വരണം എന്നാണ്. അപ്പോൾ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അല്ലാത്ത പക്ഷം അതേ ചിന്തിക്കുന്നു പിന്നീട് അതങ്ങ് ചെയ്യാൻ നിൽക്കല്ലാതെ അതിന് പകരം ചിന്തിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞും അറിവുകൾ നേടിയും പിന്നീട് അത് പ്രാവർത്തികമാക്കുമ്പോഴും അതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമുക്കധികം സക്സസ്ഫുൾ ആവാൻ അവിടെയാണ് ഈ അധിക ബിസിനസ്സുകളും പൊളിഞ്ഞു പോകുന്നത്. വളരെയായിട്ട് ചിന്തിക്കാതെ അതിൻ്റെ പോരായ്മകളും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം നമ്മൾ ഒരുപോലെ നോക്കാത്തത് കൊണ്ടാണ്. ചാണക്യ പറയുന്നുണ്ട് നമ്മളുടെ നേച്ചർ അറിഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ നാച്ചുറൽ ബിസിനസ് ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്നുള്ള വ്യക്തമായൊരു ധാരണ വേണം. അല്ലാത്ത പക്ഷം നമുക്ക് തീരെ വശമില്ലാത്ത ഒരു ഭാഗം എടുത്തിട്ട് അതിന് റിസ്ക് എടുത്ത് വീണ്ടും ഇടങ്ങേറാവുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഏരിയ എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതുണ്ടാവുക. അപ്പോൾ നമ്മളുടെ നേച്ചർ മനസ്സിലാക്കി നമ്മളുടെ ഒരു സ്കില്ല് എവിടെയാണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു വഴിയിലൂടെ പോവുക. എല്ലാവർക്കും ഡിഫറെൻറ്റ് ടാലൻസ് ആയിരിക്കും അല്ലേ. ചിലർക്ക് പാട്ട് പാടാൻ, ചിലർക്ക് വരക്കാൻ, ചിലർക്ക് ബിസിനസ് ചെയ്യാൻ, എന്തുമായിരിക്കാം. എന്നാൽ അതിനെ എങ്ങനെ നിങ്ങൾക്കൊരു സമ്പാദ്യത്തിലോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സക്സസ്ഫുൾ ലൈഫിലോട്ട് കൊണ്ടുപോവുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് പാട്ട് പാടാൻ കഴിയും അല്ലെങ്കിൽ അയാൾക്ക് വരക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് അവനങ്ങനെ പൈസ ഉണ്ടാക്കി എന്നാൽ ഞാനും അങ്ങനെ ഒരു പണം ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതി മാറ്റിവെച്ച് അതിന് പകരം എൻ്റെ സ്കില്ല് വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ എൻ്റെ ഫിനാൻഷ്യലി എനിക്ക് സ്റ്റേബിൾ ആവാൻ പറ്റും, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോവുക. ഒരു സക്സസ്ഫുൾ ആയ ആൾക്ക് ഏറ്റവും വേണ്ട കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയും അല്ലേ. നമുക്കൊരു ടീം ഉണ്ടായിരിക്കുമ്പം ആ കാര്യങ്ങൾ മുന്നിട്ട് ചെയ്ത് നമുക്കൊരു എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്കൊരു പണം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ലോകം നമ്മളുടെ കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന സക്സസ്ഫുൾ സ്റ്റോറീസുള്ള എല്ലാവരും ഇത്ര ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസൊക്കെ എത്തിയിട്ടുണ്ടാവുക.
അപ്പം നമുക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ടീം ഉണ്ടാവും. നമ്മൾ പോലും അറിയാം, ചിലപ്പോൾ നമുക്ക് വിചാരിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളെ സഹായിക്കാനുണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊക്കെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു സക്സസ്ഫുൾ പേഴ്സൺ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ്. കാര്യങ്ങൾ മുന്നോട്ട് നിന്ന് കാര്യങ്ങളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനെ മെച്ചുവേർഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാലൻറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് ടാലൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്കിൽസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഹാർഡ് വർക്കും കൂടെ വേണം. എനിക്ക് പാട്ട് പാടാൻ കഴിയും, പക്ഷേ ഞാൻ അതിനു വേണ്ടി സംഗീതം പഠിക്കാനോ ഒന്നിനും പോയില്ലെങ്കിൽ അവിടെ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ഹാർഡ് വർക്ക് പ്ലസ് ടാലൻറ്റും കൂടെ ഉണ്ടായിരിക്കുമ്പോഴേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. നമുക്കുള്ള ടാലൻറ്റിനെ മോഡിഫൈ ചെയ്ത് അതിനെ ഒരു ലോകത്തോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ടാലൻറ്റ് പ്ലസ് ഹാർഡ് വർക്ക് ആയിരിക്കണം ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ടാക്കുക. അപ്പം നിങ്ങളെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിനെ പഠിക്കണം എന്ന് പറഞ്ഞത്. നമ്മളുടെ തോട്ട്സിനെ, ഇപ്പം മനസ്സ് നന്നായിരിക്കുമ്പോഴേ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ പറയുന്ന സാധനം, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൺവേ ആവുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം നമ്മൾ പറയുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ആ വൃത്തിക്ക് നമ്മളെ മനസ്സിന് ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മളെ മനസ്സിലുള്ള ഫീലിങ്സ് ആയാലും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, ആയിത്തീരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമ്മൾ ഒരാളോട് തുറന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് നമുക്ക് നല്ലൊരു മനസ്സ്, നമ്മളെ ചിന്തകൾ, നമ്മളെ തോട്ട്സിനെ നമുക്ക് നമ്മളുടെ കൈയുള്ളിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെയാണ് ക്ലിയർ തിങ്കിങ്ങും കാൽക്കുലേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങും. നല്ലൊരു ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് അതിനുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കണം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറപ്പെടുമ്പോൾ ലോട്ട് ഓഫ് ചാലഞ്ചസ് ഉണ്ടാവും. നമുക്ക് എന്ത് കാര്യത്തിനാവട്ടെ, ഇപ്പോൾ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് എന്തോ എക്സാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാനുണ്ടെങ്കിൽ രാവിലെ എണീറ്റാൽ നിങ്ങളുടെ ബൈക്കിൻ്റെ ടയർ പഞ്ചറായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്ത് നിന്നിട്ട് നിങ്ങൾ ആ ടയർ മാറ്റാൻ എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ വേറെ വണ്ടി പിടിച്ച് പോയി എന്തെങ്കിലും ചെയ്യും. നമുക്കൊരു കാര്യത്തിൽ നമ്മൾ പുറപ്പെടും, നമുക്ക് എന്ത് പ്രശ്നമെന്നാൽ നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവും. അതൊരു ബിസിനസ്സിൻ്റെ കേസായാലും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ ഒരു പാത്തിലൊക്കെ നമുക്കിതുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് വേണം. ഇപ്പം നിങ്ങൾ ബൈക്ക് പഞ്ചറാകുമ്പം ഇപ്പോൾ ഒരു ബൈക്ക് ഞാൻ പഞ്ചർ അടക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അതിന് പകരം ഞാൻ വേറെ വണ്ടി പിടിക്കുന്നതാണോ? ചിലപ്പോൾ പഞ്ചർ അടക്കാൻ നിന്നാൽ നിങ്ങൾ സമയം വൈകിപ്പോവും. അതിന് പകരം നിങ്ങളൊരു വണ്ടി പിടിച്ചു പോയാൽ വേഗം എത്താം. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കാൽക്കുലേറ്റീവ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി കാണണം. പിന്നെ ഒരു കാര്യമാണ് നിരീക്ഷിക്കണം. നമ്മൾ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷണം. ഇപ്പം ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ്, ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹോട്ടലിൻ്റെയും ഒരു സ്റ്റഡി ഞാൻ എടുക്കും. എത്രത്തോളം അവിടെ വരും, ഒരു ഡേ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, എത്രത്തോളം ലോസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തുടങ്ങാൻ ഉദ്ദേശിച്ച് പൂട്ടിപ്പോയ എത്ര ഹോട്ടൽസ് ഉണ്ട്, എനിക്ക് ചുറ്റും എന്തൊക്കെ ഇതുണ്ട്, ആ ഹോട്ടലിന് ചുറ്റും എന്തൊക്കെ ലൈക്ക് ഹോസ്പിറ്റൽസ് ഉണ്ടോ, സ്കൂൾസ് ഉണ്ടോ, എങ്ങനെയാണ് അവിടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റുക, എല്ലാം നമ്മൾ നിരീക്ഷിക്കണം. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിരീക്ഷണം നമുക്ക് വേണം. ഇപ്പോൾ ഞാനിതിവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സദസ്സിൽ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ അല്ലെങ്കിൽ ശരിയാവില്ല, അതൊക്കെ നമ്മുടെ ഒരു നിരീക്ഷണമാണ്. ആകുമോ ഇല്ലയോ, ആദ്യം ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ വളരെ ആക്റ്റീവായിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട് ഇരിക്കണം. ഇപ്പം ഒരു രാജാവ് വളരെ ഊർജ്ജസ്വലനാകുമ്പോഴാണ് അതിൻ്റെ കൂടെയുള്ള ഭടന്മാരും വളരെ എനർജറ്റിക് ആവുക. അല്ലാത്ത പക്ഷം വളരെ മൂടിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മളൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഇപ്പം ഈ സക്സസ്ഫുൾ ആയ ആൾക്കാരെടുത്താൽ കാണാം വളരെ പോസിറ്റീവായിരിക്കും അവർ, അല്ലെങ്കിൽ കാര്യങ്ങളെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഒരാളോട് ഇടപഴകുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ബിഹേവിയർ മാനറൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ക്ലിയർ ആൻഡ് കട്ട് പ്ലാൻ അല്ലേ. ഞാൻ പറഞ്ഞു നേരത്തെ പറയുന്ന പോലെ നമ്മൾ ഒരു തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ക്ലിയർ ആൻഡ് കട്ട് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. ഒരു വീട് വെക്കുന്നതിന് മുന്നേ നമ്മളൊരു ഇഷ്ടിക വെക്കുമ്പോൾ അതൊക്കെ അതിന് മുന്നേ ഒരു പ്ലാൻ നമ്മൾ വരച്ചുണ്ടാക്കി എഞ്ചിനീയർ കൊണ്ടൊക്കെ ചെയ്തിപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് മുന്നേ നമുക്കൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്ന സംഭവങ്ങൾ ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്ലാനും നടന്നു പോകും. അവിടെ നമ്മൾ ചാലഞ്ചസ് എന്ന് പറയും. അങ്ങനെ നടന്നു പോകാത്ത പക്ഷം അവിടെ നമ്മൾ വേണ്ട വിധത്തിലുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എടുത്തിട്ട് അവിടെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തണം. ആഡംബരത്തിന് തിരികെ പോകാതെ നിങ്ങൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക. ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹങ്ങളായിരിക്കണം. ഇപ്പം നിങ്ങളൊരു ആഡംബര ജീവിതം ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ കാറുകൾ വാങ്ങി കൂട്ടണം, കുറേ വീടുകൾ ഉണ്ടാക്കണം, ആ ഒരു ചിന്ത കൂടാതെ നിങ്ങളുടെ പണം നിങ്ങളുടെയും മാത്രമല്ല ഈ ഒരു സമൂഹത്തിൻ്റെയും കൂടെയാണെന്നുള്ളൊരു ചിന്ത വേണം.
നിങ്ങൾക്ക് പണം തന്നതും ഈ സമൂഹമാണ്. ആരും ഈ സമ്പാദ്യം കൊണ്ട് ഈ ലോകം വിട്ടുപോകില്ല. ഈ സമ്പാദ്യമൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് എല്ലാവരും പോവുക. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പണം കൂടെയാണ്. നമ്മളുടെ കയ്യിൽ കുറേ സമ്പാദ്യം ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടാണെന്നുള്ളൊരു തോന്നലും കൂടെ നമുക്ക് വേണം. നമ്മളുടേത് മാത്രമാണെന്നുള്ളൊരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഇല്ലാതെ അങ്ങനെ എല്ലാവരും സഹായിക്കാനും. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സമ്പാദ്യം ഉണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങൾ ഒരുപോലെ സമ്പാദ്യമാക്കി കാണാൻ ശ്രമിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പണത്തെ കിട്ടുന്നത് പോലെ തന്നെ അതിനെ മാനേജ് ചെയ്ത് ചെലവഴിക്കാനും ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന പോലെ ഒരു സക്സസ്ഫുൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ. ഉണ്ടാകുമ്പം അതിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് പറയുന്നു.